എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തിരുവനന്തപുരത്ത് വരെ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ഛന് സുഖമില്ലാണ്ട് ഇതുപോലെ RCCയിലെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവർ പോയിട്ട് ഇപ്പോൾ 1.5 മാസം ആവാറായി. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, ഒരു 3-4 ദിവസം കൂടെ ഉള്ളൂ. അച്ഛന് റേഡിയേഷനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയാറായി. അപ്പോൾ നമ്മൾ ഇതുവരെ പോയില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോവാണ് കേട്ടോ, അച്ഛനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ വൈഷ്ണുവിനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം മറ്റേത് എപ്പോഴും കാണുന്നതല്ലേ, അപ്പോൾ ഇത്രയും ദിവസം ഇങ്ങനെ കാണാതിരുന്ന് പോകുന്നതായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചിട്ട് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവളോട് പറഞ്ഞിട്ടില്ല അവിടെ പോവുകയാണെന്ന്. നമ്മൾ ജസ്റ്റ് ചുമ്മാ കറങ്ങാൻ പോവുകയാണെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് കേട്ടോ. പക്ഷേ എഴുന്നേറ്റ് റെഡി ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായിപ്പോയി. കുറച്ചധികം ലേറ്റായിപ്പോയി. ഒരു 8:30 ആയി കേട്ടോ. ഞങ്ങൾ 8:30 ആയപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അപ്പോൾ 7 മണിക്ക് 7:30ക്കാണ് ലാസ്റ്റ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിന് പോകാൻ പറ്റിയില്ല. നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കാം, എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനകത്തുള്ള ഒരു കടയാണ് കേട്ടോ. നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്തു, എന്നിട്ട് ഇങ്ങനെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചായയും കുടിച്ചു. അതുപോലെ തന്നെ അവിടെ ഇലയപ്പമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു കേക്കാണ് വാങ്ങിച്ചത്. കേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്സ് ഇല്ലേ, നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള പപ്സ്, സ്വീറ്റ് പപ്സ്. അപ്പോൾ അതാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഞാനും ആദ്യം കഴിച്ചു കേട്ടോ. ഏട്ടനും വൈഷ്ണുവിനും വേണ്ടാന്ന് പറഞ്ഞു. അവർ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ടല്ല. ഇഡ്ഡലിയോ ദോശയൊക്കെ ആണെങ്കിൽ എപ്പോഴേ പോയേനായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇവിടുന്ന് മെമു ഉണ്ട് കേട്ടോ. 9 മണിക്ക് എന്തോ ആണെന്നാണ് ഏട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ 9 മണിക്ക് മെമുവിൽ കയറിയിട്ട് നമ്മൾ കൊല്ലത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രിവാൻഡ്രത്തുള്ള ട്രെയിനിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ട്രിവാൻഡ്രം സെൻട്രലിലാണ് നമ്മൾ പോയി ഇറങ്ങേണ്ടത് കേട്ടോ. പാർട്ട് ടൈം ആയിട്ടാണെങ്കിലേ എപ്പോഴും വെച്ചാലേ വളരെ കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ വരൂടി. ആ കഴുത്ത് ചാർജ് ചെയ്തില്ല. ഇതാണോ മെമു? എവിടെ പോയി? ഞങ്ങൾ തിരുവനന്തപുരം വരെ പോകും. എവിടെ പോയിരിക്കുന്നേ? ട്രെയിൻ എടുക്കട്ടെ, എന്നിട്ട് എടുക്കാം.
ട്രെയിൻ എടുത്ത് ഞാനിപ്പോൾ മെമുവിലൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അതുപോലെ തന്നെ പിള്ളേരും ആദ്യമായിട്ടാണ് കേട്ടോ കയറുന്നത്. വൈഷു ആയാലും വൈശികയിലും ആദ്യമായിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ പോകാനായിട്ട്. പക്ഷെ നമ്മളെങ്ങും അങ്ങനെ പോകുന്നില്ലല്ലോ. അപ്പം ട്രെയിനിൽ പോകണമെന്നാണ് ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ പളനിയിൽ പോയപ്പോഴും ട്രെയിനിൽ പോകാം എന്നിങ്ങനെ വിചാരിച്ചത്. പക്ഷേ ഏട്ടന് അത്ര താല്പര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര സ്മെല്ലും ബാത്റൂമിൻ്റെ അടുത്തെങ്ങാനാണ് ഇരിക്കുന്നതെങ്കിൽ പിന്നെ തീരെ പറയേ വേണ്ട. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഉണ്ടാകും കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മൾ തിരക്കാണെങ്കിൽ കുറച്ച് പാടാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നല്ല സുഖമായിട്ട് നമുക്ക് ഒന്നും ചിന്തിക്കേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരാം. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പം കരുനാഗപ്പള്ളിയായാലും ഇവിടെ ആയാലും അങ്ങനെ എന്താ എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ആ ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് 1-2 പ്രാവശ്യമാണ് ഞാൻ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓടി വന്ന് ഇങ്ങനെ കയറുക, ഇറങ്ങി പോവുക അങ്ങനെയല്ലേ. ഇപ്പോൾ ഒത്തിരി സമയം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാനും എല്ലാം കാണാനും ഒക്കെ ആയിട്ട് നല്ല സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ കുറേ ട്രെയിനാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ പിള്ളേരുടെ കൂട്ട് തന്നെ ഞാനും ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇതിന് മുമ്പ് ഞങ്ങൾ കുഞ്ഞിലെങ്ങാണ്ട് പളനിയിൽ പോയിട്ടുണ്ട് കേട്ടോ ട്രെയിനിൽ. അപ്പോൾ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും വന്നു. അപ്പോൾ അന്ന് പോയതാണ്. പിന്നെ ഞാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരു എക്സാമിനെങ്ങാണ്ടാണ്. തിരുവനന്തപുരത്ത് എവിടെയോ വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഞാൻ രണ്ടാമത് പോകുന്നത് കേട്ടോ. അല്ലാണ്ട് ഞാൻ ട്രെയിനിൽ കയറിയിട്ടേ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ പോകുന്നത്. അപ്പോൾ ഇന്നിങ്ങനെ പോയപ്പം കുറേ ട്രെയിനിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മൾ കൊല്ലത്ത് വന്നിറങ്ങി കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. മാത്രമല്ല നമുക്ക് ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ എടുത്തായിരുന്നു. അവിടെ വെച്ച് തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമാണോ അവിടെ പോയിട്ട് നമുക്ക് പോകാനാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ലിഫ്റ്റിൽ പോവാം. അപ്പം എനിക്ക് സ്റ്റെപ്പ് കയറാൻ ഭയങ്കര പാടാണ് കേട്ടോ. പക്ഷേ ഇറങ്ങാൻ പാടൊന്നുമില്ല. അപ്പം അങ്ങനെ നമുക്ക് പോകേണ്ട പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങേ അറ്റത്ത് പോയി എന്നാലേ നമുക്ക് ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെയല്ല, നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ പോകേണ്ടത്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടാണ് ആദ്യം പോയത്. പിന്നെയാണ് മനസ്സിലാക്കിയത് ഞങ്ങൾ തിരിച്ചാണ് പോകേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഇവിടേക്ക് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഇത് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഇച്ചിരി സ്ഥലമല്ലേ ഉള്ളൂ. പ്ലാറ്റ്ഫോം ആയാലും എൻട്രൻസ് ഒക്കെ ആയാലും കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ നല്ല സ്ഥലമുണ്ട് കേട്ടോ. ഒരുപാട് നല്ല രീതിയിൽ ചെയ്തിട്ടിട്ടുണ്ട് അവർ. സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ കണ്ണടച്ചിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കാറിൽ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ ചിലപ്പോൾ ഇരുന്ന് ഉറങ്ങും കേട്ടോ. എനിക്കതുകൊണ്ട് പേടിയാണ്. എപ്പോഴും ഇങ്ങനെ ഉണർത്തി ഇരിക്കണം. അല്ലെങ്കിൽ എപ്പോഴാണ് എന്താ സംഭവിക്കുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കാം. കണ്ണടച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക ഇവിടെ എപ്പോഴായാലും.
അപ്പോൾ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര സ്മെല്ല് കേട്ടോ. നമ്മൾ ബാത്റൂമിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ കർച്ചീഫ് വെച്ചിട്ടിങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം മാസ്കൊന്നും നമ്മൾ എടുക്കാതാണ് കേട്ടോ പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി പോകുമ്പോൾ മാസ്കൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ ഈ കർച്ചീഫ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്നു. അപ്പം ഞാൻ ഫുൾ ടൈം അത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതില്ലാണ്ട് എനിക്ക് ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും ഒന്ന് സാധാ നോർമൽ ആളുകൾ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇരുന്നത്. ഞാൻ പക്ഷേ ഇങ്ങനെ മൂടി കെട്ടി വെച്ചിട്ടാണ് ഇരുന്നത്. എനിക്ക് അല്ലാണ്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വൈഷു ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ഇരുന്ന് പെയിൻറ്റ് കളർ കൊടുക്കുമായിരുന്നു കേട്ടോ. ബുക്കിൽ കളർ ബുക്കൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അവൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും. പണ്ടൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ ആയിരുന്നു കൊണ്ടുവന്നത്. ഇപ്പം കളർ ബുക്കും സ്കെച്ചൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത്. ക്രയോൺസാണ് കൊണ്ടുപോയത്. അപ്പോൾ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇടയ്ക്കൊക്കെ കളിച്ചു. പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി നമ്മൾ എത്താറായപ്പോഴത്തേക്ക് എന്തായാലും പുള്ളിക്കാരി എഴുന്നേറ്റു. ഭയങ്കര പാടിട്ടാണ് കുറച്ച് ഉണർത്തിയതെന്നാലും എഴുന്നേറ്റു കേട്ടോ. പക്ഷെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പാടല്ലേ. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം സെൻട്രലാണ് കേട്ടോ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടുന്ന് ബസ് കയറിയിട്ടാണ് നമ്മൾ അച്ഛനുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. വാവേ കൈ പിടിച്ചോ. അയ്യോ ഇനി ഇത് കയറി പോണോ? നമ്മളിനി കേറണ്ടല്ലോ. കേറണോ? മേളിൽ കയറണോ? അയ്യോ 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 മേളിൽ കയറാന്. അയ്യോ അപ്പോൾ RCCയിലാണ് ട്രീറ്റ്മെൻ്റ് എങ്കിലും അപ്പോൾ അവിടെ അല്ല കേട്ടോ നിൽക്കുന്നത്. അവിടെയല്ല, വേറൊരു റൂം എടുത്തിട്ട് അവിടെയാണ് നിൽക്കുന്നത്. അപ്പം എന്തോ ഒരു അഭയകേന്ദ്രം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ അച്ഛനും അമ്മയും നിൽക്കുന്നത്. അപ്പോൾ അമ്മയാണ് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത്. അവർ രണ്ടുപേരും ഉണ്ട്. അവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സ്ഥലമാണെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത്. എല്ലാ രീതിയിലും ഫുഡിൻ്റെ കാര്യത്തിലായാലും എല്ലാവർക്കും നല്ല കെയറിങ്ങും നല്ല കാര്യങ്ങളുമാണ് കേട്ടോ അവിടെ. അപ്പം അതുകൊണ്ട് നമുക്കൊരാശ്വാസമായിരുന്നു. അവിടെ എല്ലാം നല്ലതാണല്ലോ ആലോചിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാനും ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ റെയിൽവേ സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് കേട്ടോ വന്നത്. അപ്പം പക്ഷേ അന്ന് കണ്ടത് എനിക്ക് നല്ല ഓർമ്മയൊന്നുമില്ല. ഇപ്പോഴാണ് കുറച്ചും കൂടി നന്നായിട്ട് കണ്ടത്. അപ്പം ഇപ്പം പക്ഷേ കുറച്ചുകൂടെ മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. ശരിക്കും ഞാൻ ഒരു എയർപോർട്ടിലൊക്കെ ചെന്ന് കയറുന്ന ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ചെറിയൊരു ഫീൽ എനിക്ക് തോന്നി ഇവിടെ വന്നപ്പോൾ. അവിടെ വന്ന് ഇറങ്ങി അങ്ങോട്ട് നടന്നു പോയ സമയത്തൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നി കേട്ടോ.
നമ്മൾ ബസ് സ്റ്റാൻഡാന്ന് പറഞ്ഞ് കുറേ നേരം അവിടെ നിന്നാട്ടോ. ബസ് വന്നപ്പം നിർത്തിയില്ല. അന്നേരം ഒരു അപ്പൂപ്പൻ പറഞ്ഞ് ബസ് സ്റ്റാൻഡല്ല ഓട്ടോ സ്റ്റാൻഡാണ്. അതിന് പൈശിക ബസ് കിട്ടാൻ വേണ്ടി ഓടുക കേട്ടോ. പക്ഷേ പോയി, ബസ്സൊക്കെ പോയി. ഇനി അടുത്ത ബസ് വരണം. എന്നിട്ട് അവിടെയാണ് ബസ് സ്റ്റാൻഡ്. ബസ് നിർത്തുന്ന സ്ഥലം അവിടെ കേട്ടോ. ഇനി അങ്ങ് വരെ നടക്കണം നമ്മൾ നിന്നത് ദേ ഓട്ടോ എടുക്കുന്നത്. ഓടിപ്പോ ഓടിപ്പോ, ബസ് വരുന്നു, ബസ് വരുന്നു, ഓടിക്കോ. ആ ബസ് വരുന്നു, വാ കൈ പിടിച്ചോ. കൈ പിടിക്കേ, കൈ പിടി. വണ്ടി വരുന്നു, കൈ പിടി. പണ്ട് ഇവിടെ എങ്ങാണ്ട് ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഇന്ത്യൻ എന്തോ കോഫി. ആ ആണ്ടേ, ഞാൻ ഈ സാധനം നോക്കിയുള്ളത് ഇന്ത്യൻ കോഫി ഹൗസ്. പണ്ട് ഞാനിവിടെ കയറിയിട്ടുണ്ട് കേട്ടാ. ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ചായയും വടയും കഴിച്ചായിരുന്നു കേട്ടാ. പണ്ട് PSCയുടെ എക്സാമിന് വന്നപ്പം ഞാനും അമ്മയും കൂടെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി ചായ ഒരു വടയും ദോശ എന്തോ കഴിച്ചെന്ന് തോന്നുന്നു. തമ്പാനൂർ ബസ് സ്റ്റോപ്പ്. അയ്യോ, കുറേ ബസ് അവിടെ കിടക്കുന്നു. നമ്മളപ്പോൾ ബസ് കയറി ഇരിപ്പുണ്ട്. ശലായിട്ട് കിടക്കാമല്ലോ. ഇപ്പം ആളൊന്നുമില്ല. ഇയാൾ കയറുമെന്ന് അറിയത്തില്ലല്ലോ. ഇതിപ്പോഴാണ് എടുക്കുമായിരിക്കോ? ബസ് ഇപ്പോഴും എടുക്കത്തില്ലെന്ന് തോന്നുന്നു. വെള്ളം നമ്മുടെ ബസ് എടുക്കും. വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പോവുക. ബസ്സിന്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് പോവുക.
വൈഷു ആദ്യമായിട്ടാണ് കേട്ടോ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നത്. വൈശിക ഞാൻ നമ്മൾ അന്ന് പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കരുനാഗപ്പള്ളി പോയപ്പോൾ വൈശിക ഞാനിവിടെയാണ് പോയത്. വൈഷുവിനെ അന്ന് കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്ന് വൈഷു ബസ്സിൽ യാത്ര ചെയ്തു. പിന്നെ അപ്പോൾ നമ്മൾ വന്നിറങ്ങിയത് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ബസ് സ്റ്റോപ്പിലാണ് വന്നിറങ്ങിയത്. ജസ്റ്റ് ലെഫ്റ്റിലോട്ട് നോക്കുമ്പം നമുക്ക് മെഡിക്കൽ കോളേജ് കാണാം കേട്ടോ. അങ്ങനെ അവിടെ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കും. രാവിലെ ഏട്ടനും ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്നിടത്ത് ചെന്നാൽ ഫുഡ് കിട്ടുമെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഉച്ച സമയമായി, ഏകദേശം ഒരു 12 മണിയൊക്കെ ആവാറായിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പോൾ 12 മണി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഏട്ടൻ എപ്പോഴത്തെയും പോലെ ഊണാണ് കേട്ടോ. ഏട്ടൻ എപ്പോൾ എവിടെ പോയിട്ട് കഴിച്ചാലും മിക്കവാറും എവിടെ പോയാലും ഊണാണ് കഴിക്കാറ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു ബിരിയാണി മതി. അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ, എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്താണ് ഇതുപോലെ ബിരിയാണി തിന്നാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനും വൈഷുവും പറഞ്ഞു ഞങ്ങൾക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ബിരിയാണിയും ഏട്ടൻ ഊണുമാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ദേ ഈ കാണുന്നതാണ് മെഡിക്കൽ കോളേജ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഓട്ടോ വിളിക്കുകയാണെങ്കിൽ നമുക്ക് പോകേണ്ട സ്ഥലത്ത് കൊണ്ട് ഇറക്കുക കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 30 രൂപയുള്ള ഓട്ടോയ്ക്ക് എന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പേഷ്യൻ്റ് ഒന്നും അല്ല, അതുകൊണ്ട് കൂടുതൽ വാങ്ങിക്കുമോ എന്നുള്ളത്. പക്ഷെ എന്തായാലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് 30 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓട്ടോയിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടം. ഓട്ടോ, ബസ്, ട്രെയിന്. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ റോഡ് പണി നടക്കാണ് കേട്ടോ. ആ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അവിടെ റോഡ് പണി നടക്കാനായിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ നടന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു പോസ്റ്റ് കാണുന്ന അവിടം വരെ നടന്നാൽ മതി. അപ്പം ഞങ്ങൾ വെച്ചെന്നാൽ ഈ കുഴപ്പമില്ല നടക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നു പോവാണ്. അങ്ങോട്ട് നടക്ക്. വൈശു നമ്മളെവിടെ പോവാടി? എടി ടൂറ് പോവുക. എവിടെ പോവാ വൈശുകെ? നീയോ? ഞാൻ ഊഞ്ഞി. എവിടാ പോന്നേ? നമ്മൾ വേണ്ടേ അഭയ കേന്ദ്രം. കൊല്ലമല്ലടി, തിരുവനന്തപുരം. അത് അഭയകേന്ദ്രത്തിൽ ആരെ കാണാൻ പോവാ? ആര് പറഞ്ഞു എന്നോട്? വേണോ? ഇങ്ങോട്ടോ, ഞാൻ പിടിക്കാം. ഇങ്ങോട്ടോ. വീഴല്ലേ? അമ്മയൊന്നുമില്ല ഇരിക്കുന്നേരം കൊണ്ടേ. അവരൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ പ്രതീക്ഷിച്ചിരിക്കുക കേട്ടോ. ആരെങ്കിലും വരും എന്ന് പറഞ്ഞു. അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പം വിഷുവിനോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടാണ് വരുന്നതെന്നുള്ള കാര്യം. പക്ഷേ എനിക്ക് നമുക്ക് എങ്ങനെ മനസ്സിലായെന്ന് തോന്നുന്നു. ഫോണൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്കൊന്ന് നമുക്ക് മനസ്സിലായി കാണും. വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു കണ്ടപ്പോൾ കേട്ടോ. പക്ഷേ സന്തോഷമായിരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഹോളുണ്ട്. അപ്പോൾ അവിടെയാണ് പേഷ്യൻറ്റിനെ കാണാൻ വരുന്ന ആളുകളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. നമുക്ക് റൂമിലോട്ട് പോകാനോ അല്ലെങ്കിൽ മുകളിലോട്ട് കയറാനോ ഒന്നും സമ്മതിക്കത്തില്ല. അവരുടെ പ്രൈവറ്റ് സ്പേസിലോട്ടൊന്നും അവർ അനുവദിക്കത്തില്ല. ഇവിടെ മാത്രം നിൽക്കാം. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കിച്ചണൊക്കെ ഉണ്ട്. ഫുഡ് അവിടെ നിന്ന് കഴിക്കാൻ വേണമെങ്കിൽ നമുക്കും കഴിക്കാം കേട്ടോ. ഞങ്ങൾക്ക് പക്ഷേ അത് അറിയത്തില്ലായിരുന്നു. അവിടുന്ന് ടോക്കൺ എടുത്താൽ മതി. ഇപ്പോൾ പൈസയൊന്നും കൊടുക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ചെന്നിട്ട് ടോക്കൺ എടുത്തിട്ട് നമ്മളവിടെ കൊണ്ട് കൊടുക്കുകയും നമുക്ക് ഫുഡ് തരും. അപ്പോൾ അവിടെ എന്താണോ ഉണ്ടാക്കുന്നത് അത് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അവർ എന്നും ഫുഡ് ഉണ്ടാക്കും അവിടുത്തെ കിടക്കുന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫുഡ് നമുക്കും തരും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും, എന്നും എന്തെങ്കിലുമൊക്കെ കാണും. ചില ദിവസങ്ങളിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ബിരിയാണിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. മിക്കവാറും പേഷ്യൻസിനൊന്നും കഴിക്കാൻ പറ്റില്ല. കൂടെ നിൽക്കുന്ന ആളുകൾക്കാണ് കഴിക്കാനായിട്ട് പറ്റുന്നത്. അപ്പം അച്ഛനൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. അച്ഛൻ്റെ മൂക്കിൽ ട്യൂബ് ഇട്ടിട്ടാണ് ഇപ്പോൾ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കഞ്ഞി, ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അച്ഛൻ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അച്ഛനെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പം കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇനി എല്ലാം മാറി റെഡിയായി വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഞങ്ങളിവിടെ ഇരുന്നു. പിന്നെ അച്ഛന് താഴെ വന്ന് ഇരിക്കാം കേട്ടോ. ഇവിടെ വന്നിരുന്ന് കാര്യമൊക്കെ പറയാം. പിന്നെ അച്ഛന് വയ്യാത്തതുകൊണ്ട് അച്ഛനങ്ങ് മുകളിൽ കയറിപ്പോയി കിടക്കുവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി കേട്ടോ. പിന്നെ അമ്മ ഞങ്ങളുടെ കൂടെ കുറേ നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. ഇവർ കുറേ കളിക്കുകയൊക്കെ ചെയ്തു. അവിടെ കിടന്ന് ഭയങ്കര ഓട്ടവും ചാട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. ഇവർ പിന്നെ എവിടെ പോയാലും ഓട്ടം വിട്ടിട്ടുള്ള കളിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു അവിടെ കിടന്നിട്ട്. വള ഊരിക്കളഞ്ഞ് അന്ന് വീട്ടിൽ നിന്ന് ഞങ്ങള് വള ഇല്ലായിരുന്നു, കയ്യിലിട്ടില്ലേ വള. നോക്കിയപ്പോണ്ട് അമ്മ എടുത്തോണ്ട് വരുന്നത് സ്വർണ്ണവളയാന്നോന്ന് ചോദിച്ചോണ്ട് ഊരിയവളെ കട്ടിലേ കളഞ്ഞിരുന്നു. ട്രെയിനകത്തോട്ട് കയറിയപ്പോൾ തൊട്ട് പറയാം, എനിക്ക് കളർ ബുക്ക് എടുത്ത് പടം വരയ്ക്കണം, പെയിന്റ് അടിക്കണം, കളർ ബുക്ക് എടുത്ത് ചെല്ലടി പോയി കയറി. എവിടെ ഇരിക്കുന്നേ? അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള താമസിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ കുറച്ച് കളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ അസുഖത്തിൻ്റെ ആ ഒരു അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത് കളിക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ ഇവളുമാർ ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ പിള്ളേരെ കരച്ചിലൊക്കെ കേൾക്കാൻ പറ്റും. പിന്നെ ചില പിള്ളേരൊക്കെ കളിക്കുമായിരിക്കും, വലിയ കുഴപ്പങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ കളിക്കുമായിരിക്കും. അങ്ങനെ കുറേ നേരം ഇവരവിടെയൊക്കെ നിന്ന് കളിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങി. നമ്മൾ ഓട്ടോയിൽ തിരിച്ച് വന്നു.
അപ്പോൾ അവിടെ വഴിയിൽ ഇറങ്ങിയെന്നാൽ നമുക്ക് ഓട്ടോ കിട്ടും കേട്ടോ. ഇവിടെ വന്ന് ഇറങ്ങുന്നതിന് 30 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പം വൈഷുവിന് കരിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കരിക്കൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ച് ഞങ്ങൾ പോകുന്നത് ഒരു പ്രൈവറ്റ് ബസ്സിലാണ് കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ചെന്നു എന്ന് തോന്നി കേട്ടോ. ഇങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര കറങ്ങി കറങ്ങി എവിടേക്കോ വേറെ ഏതൊക്കെയോ വഴിയിൽ കൂടിയാണെന്ന് തോന്നുന്നു വന്നത്. നമ്മൾ അങ്ങോട്ട് KSRTCയിലാണ് പോയത്. ഇങ്ങോട്ട് നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണ് കേട്ടോ വന്നത്. എന്ത് പറ്റി വിഷമിക്കുന്ന? നീ വിഷമിക്കുന്നേ? വിഷമിച്ചിരിക്കുന്ന എന്താ? അപ്പോൾ ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുമ്പിൽ കാണുന്ന KSRTCയുടെ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അതിനകത്ത് കയറുമ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. എന്ന് വെച്ചാൽ പുറത്ത് നിന്നിങ്ങനെ നോക്കുമ്പോൾ സാധാരണ നമ്മുടെയൊക്കെ ഉള്ള ഒരു ഗവൺമെൻറ് ബിൽഡിങ്, ഞാൻ വിചാരിച്ചത് ഇതിനകത്ത് ശരിക്കും ഓഫീസുകൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ് കേട്ടോ. നമ്മുടെ KSRTCയുടെ തന്നെ ഓഫീസില്ലേ, അപ്പോൾ അതൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഒരു മോളിലൊക്കെ ചെല്ലത്തില്ലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ. നമ്മുടെ കരുനാഗപ്പള്ളിയൊക്കെ ഉള്ള മാളിൽ ചെല്ലുന്ന ആ ഒരു ഫീലായിരുന്നു എനിക്ക് അവിടെ ചെന്നപ്പം. എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കുറേ കടകൾ, ഒരുപാട് കടകൾ, ഒരേ സംഭവമുള്ള തന്നെ പല കടകളുണ്ട് കേട്ടോ, മുകളിലും താഴെയൊക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് വേറെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് റൂംസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഞങ്ങളെന്തായാലും മുകളിലോട്ടൊന്നും പോയില്ല. അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും സമയമായില്ലേ, നമ്മൾ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പിള്ളേരൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധമായിരിക്കും ട്രെയിനിൽ വെച്ചിട്ട്. അപ്പോൾ കയറുന്നതിന് മുമ്പ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് കുറച്ചൊരാശ്വാസമാവും കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കരുതണം, ബിസ്ക്കറ്റോ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കരുതണം കേട്ടോ. പിള്ളേരെയും കൊണ്ട് പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായി കേട്ടോ. എന്ന് വെച്ചാൽ കുഞ്ഞു പാവകളെയൊക്കെ ആയിട്ട് വന്നിട്ട് ഇതുപോലെ വെള്ളം പോലും ഇല്ലാണ്ട് വന്നിട്ട് ട്രെയിനിൽ വന്നിട്ട് കുഞ്ഞുങ്ങൾ കിടന്ന് ഭയങ്കര കരച്ചിൽ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കൊടുത്തു കേട്ടോ. ഞങ്ങൾക്ക് വീട്ടിൽ വരെ ചെല്ലുന്ന വരെ കുടിക്കാനുള്ള വെള്ളം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഈ ബാഗിനകത്ത് വെള്ളമൊക്കെയാണ് കേട്ടോ. വെള്ളമുണ്ട്, ബിസ്ക്കറ്റും അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്നാക്സൊക്കെ ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പിള്ളേരെയൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ എവിടെ പോയാലും നമ്മൾ ഇതൊക്കെ കരുതണം കേട്ടോ. അഡീഷണൽ ഒരു ഡ്രസ്സ് കരുതണം എപ്പോൾ എവിടെ പോയാലും. ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് എന്നെങ്കിൽ പോലും നമ്മൾ ഇതെല്ലാം കൊണ്ടുപോകണം കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും വഴി കിടന്ന് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയിട്ട് തിരിച്ച് വന്നപ്പോഴും നമ്മൾ ഡ്രസ്സൊക്കെ മാറി, അവരുടെ ഡ്രസ്സൊക്കെ മാറി അവരെയൊന്ന് ഫ്രഷ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോ ചായയാണ് കേട്ടോ പറഞ്ഞത്. ചായയും അതുപോലെ ഒരു കട്ട്ലറ്റ് വാങ്ങിച്ചു. ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. അത്യാവശ്യം സ്പൈസിയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കഴിക്കാൻ പറ്റിയില്ല. എന്നാലും തീരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഏട്ടൻ അങ്ങനെ കഴിച്ചില്ല കേട്ടോ. ഒരു ശകലം ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമേ കഴിച്ചുള്ളൂ. ഞങ്ങൾ 3 പേരും കൂടി കുറച്ചൊക്കെ കഴിച്ചു. വൈശിക്ക് അത്രയും കൂടെ കഴിക്കാൻ പറ്റുന്നില്ല, നല്ല എരി ഉണ്ടായിരുന്നു കേട്ടോ. വൈഷു പിന്നെയും കുറച്ച് കഴിച്ചു. അപ്പം ഞാനും കഴിച്ചു കേട്ടോ. ഞാനും പകുതിയോളം കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സാധനമായിരുന്നു. പക്ഷെ കുറച്ച് എരി കൂടുതലാണ്. പൊട്ടിക്കല്ലേ? അപ്പോൾ പൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞെങ്കിലും ഒരു കപ്പ് താഴെ വീണ് പൊട്ടി കേട്ടോ. പാവയുടെ കയ്യിൽ നിന്ന് ഒരു കപ്പ് താഴെ വീണപ്പെടാന്ന് പറഞ്ഞ് പൊട്ടിപ്പോയി. പക്ഷേ അതിൻ്റെ പിടിയാണ് പൊട്ടിപ്പോയത് കേട്ടോ. അപ്പോൾ പക്ഷേ ഞങ്ങൾ വെച്ച് ഒത്തിരി പൈസയൊക്കെ ആവും, ഇന്ത്യൻ കോഫി ഹൗസൊക്കെ അല്ലേ, നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എത്ര വില എത്രയാണെന്നൊന്നും. പക്ഷേ എന്തായാലും 20 രൂപ അവർ മേടിച്ചോളൂ കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന്.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു. അവരാരും കണ്ടില്ല, നമുക്ക് വേണമെങ്കിൽ പറയാതെ പോരായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഒരു കപ്പ് ഇതുപോലെ പൊട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു 20 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ കൂടുതലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കപ്പിനൊക്കെ കുറച്ച് വില കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞു 20 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ 20 രൂപ നമ്മൾ കൊടുത്തു കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫോണെല്ലാം കുറേയൊക്കെ പൊട്ടിയോ അതും ഇതുമൊക്കെ പറ്റിയിരുന്നായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കവറൊക്കെ മാറണമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു അവിടെ തന്നെ ഒരു കുറച്ച് ബാക്കിലോട്ട് വരുമ്പം ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നതാണ് നമ്മുടെ ഫോൺ മാറാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ആദ്യത്തെ ആ ബിൽഡിങ്ങിൽ കയറിയപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇല്ല, ഇതുപോലൊരു കടയുണ്ട്, ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്ന് വൈശുവും ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഓണറൊക്കെ നിന്ന് ഭയങ്കര ഡാൻസ് കളിയും അവരുടെ കൂടെ നിന്ന് ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു കേട്ടോ. അവസാനം ഞങ്ങൾ ഇറങ്ങാൻ നേരം ഇപ്പോൾ പുള്ളിക്കാരൻ പോയി മിഠായിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തു 2 പേർക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഫോണൊക്കെ റെഡിയാക്കി നമ്മൾ തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്താറായി, ഇനി കുറച്ചും കൂടി പോയാൽ മതി. പോടാ. ആ ഇതിലേ കൂടെ കയറാന്നോ? നമ്മളിപ്പോൾ ബാക്ക് വഴിയാണ് കേട്ടോ. ബാക്കാണോ ഫ്രണ്ടാണോ ഏതോ ഒരു വഴി. ഇവിടെ എല്ലാം ബൈക്ക് വെച്ചേക്കും ഇങ്ങനെ. കിളികൾ കിടന്ന് കുലുകുലാന്ന് ചിരിക്കുന്നു. നമ്മുടെ സ്കൂട്ടറൊന്നുമല്ല, നമ്മുടെ സ്കൂട്ടർ അങ്ങ് കരുനാപ്പള്ളി ഇരിക്കും. വാ. അതുകൊണ്ട് എടി വാടി വൈശു, അമ്മച്ചിയുടെ കൈ പിടിച്ചോ, ഓടിയാ. അതുകൊണ്ട് JCB കിടക്കുന്നുണ്ടോ? JCB അല്ലല്ലോ ഇത്, ഹിറ്റാച്ചി. മറിക്കാ. അപ്പം നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കണോ കേട്ടോ, അതോ ബുക്ക് ചെയ്തോ? അത് ട്രെയിനല്ല, അത് റെയിനാ. ഈ ഒരു പട്ടി നമ്മുടെ പുറകെ വരുന്നു. എന്തോ അങ്ങോട്ട് പോവാ. നമുക്കുള്ള ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ഇതിനകത്താണ് കേട്ടോ കയറേണ്ട. ബാക്ക് എവിടെ? അവിടെ ആണോ? നമ്മൾ അങ്ങ് പോയി കയറാം. ബാ ഓടിയാ, നമുക്ക് ബാക്കിൽ നിന്ന് കയറാം. എവിടെ വേണമെങ്കിലും കയറാവോ? എന്തായാലും ഡാൻസ് കളിച്ച ഒരു മഞ്ജു മേടിച്ചല്ലോ. ഇവിടെ തുടച്ചേരാ.
അപ്പോൾ നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി അവർ 8:30 9 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കരുനാഗപ്പള്ളിയിൽ എത്താറായി കേട്ടോ. കുറച്ചും കൂടി പോയാൽ മതി ഇനി. അപ്പോൾ വൈശു അതേ അതുപോലെ തന്നെ ഇവിടുന്ന് പടം വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ ഏതൊക്കെയോ പടങ്ങളെടുത്ത് വെച്ച് വരയ്ക്കുകയാണ്. വാവ ഉറങ്ങി കേട്ടോ. വാവയ്ക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമായിരുന്നു. ഇതുവരെ ഉറങ്ങിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വാവ ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേ ഉറങ്ങി കേട്ടോ. അപ്പോൾ വൈശു ഉറങ്ങിയില്ല. വൈശു പിന്നെ അങ്ങോട്ട് പോയപ്പോഴേക്ക് കുറേ നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങിയില്ല. ഇനി വീട്ടിൽ ചെന്നിട്ടേ ഉറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കേട്ടോ. വാ വാ വാ. മഞ്ച് തരാം. അവിടെ നിന്ന് ചെന്ന് വീഴല്ലേ, ഇങ്ങോട്ട് വാങ്ങി. എൻ്റെ പൊന്നു മാമ അതിനകത്ത് ഉരുണ്ട് വീഴുമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ ബൈ.